കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18, 33 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് പീലാത്തോസ് ഈശോയോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് യേശുവിൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. നേരത്തെ ഇത് ഒക്ടോബർ അവസാനത്തെ ഞായറാഴ്ച ആഘോഷിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഈ ഒരു കാലത്തിൻ്റെ അവസാനം നമുക്കറിയാം. അടുത്ത ഞായറാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും അത് ആഗമന കാലത്തിലായി. ഈ ഓർഡിനറി സീസൺ അതിൻ്റെ അവസാന ഞായറാഴ്ചത്തേക്ക് മാറ്റി നമ്മൾ ആഗോള സഭയിൽ യേശുവിൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ അർത്ഥവും ആഴവും ഗ്രഹിക്കുമ്പോൾ ദൈവമക്കളായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്തരാകാൻ പറ്റും. വി മസ്റ്റ് ബി ഡിഫറൻറ്റ്. ഒരു പ്രവണത നമ്മൾ കാണുന്നത് ഭൂരിപക്ഷത്തോട് ചേരുക. എല്ലാവരും ഇങ്ങനെ മുടി ചെയ്യുവാണ്, ഞാനും അങ്ങനെ ചെയ്യുക. എല്ലാവരും ഇങ്ങനെ വസ്ത്രം ധരിക്കുകയാണ്, ഞാനും ആ കൂടെ പോയേക്കാം. ഇതാണ് ഇപ്പോഴത്തെ ഫാഷനെങ്കിൽ അത് ഞാനും എടുത്തേക്കാം. അങ്ങനെ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ പോലും ഭൂരിപക്ഷത്തോട് ചേരുക. വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭൂരിപക്ഷം ചെയ്യുന്നത് പാപമാണെങ്കിൽ അതിനെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഭൂരിപക്ഷത്തോട് ചേർന്ന് നീ പാപം ചെയ്യരുത് എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവമക്കളായി നമ്മൾ ഈ ഈശോ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തിയാലേ മാറ്റം വന്നവരെ പോലെ നമുക്ക് നിലകൊള്ളാൻ പറ്റത്തുള്ളൂ. അതൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും പോകുമ്പോൾ നമ്മളും പോകും. അതല്ല ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതാണ്. നമുക്കറിയാം യേശുവിൻ്റെ രാജത്വ തിരുനാൾ. നമ്മളൊക്കെ സാധാരണ രാജാക്കന്മാർ കുതിരപ്പുറത്ത് നടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. രാജാക്കന്മാർ കൊട്ടാരത്തിൽ കഴിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രാജാക്കന്മാരുടെ ഡ്രസ്സ്, അവരുടെ ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നമുക്കറിയാം. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിച്ച, ജീവിച്ച, പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് യേശു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പീലാത്തോസിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം നിലനിൽക്കുന്നതാണ്. നമുക്കറിയാം രാജാക്കന്മാരൊക്കെ അവരിങ്ങനെ പ്രതാപത്തിൽ ജീവിച്ചു, അവർ മരിച്ചു, അവരുടെ കാര്യം തീർന്നു. പക്ഷേ മരിച്ചവരിൽ നിന്നും വീണ്ടും ഉയർപ്പിക്കപ്പെട്ട് ഇന്നും ജീവിക്കുന്ന രാജാതിരാജനായവൻ അത് യേശു ക്രിസ്തുവാണ്. അവന് നിലകൊണ്ടത് ഐഹിക രാജ്യത്തിന് വേണ്ടിയല്ല, മറിച്ച് നിലനിൽക്കുന്ന ആ ഒരു രാജ്യത്തിന് വേണ്ടിയാണ്. പറയുന്നുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഈ ലോകത്തെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കി സുഖജീവിതം നയിച്ചങ്ങ് പോയാൽ മതിയോ? നമുക്ക് ഐഹികമായ ലോകത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റും. വേണമെങ്കിൽ കർത്താവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിൽ നിന്നും പഠിക്കേണ്ടത് പഠിച്ചുകൊണ്ട് അവൻ്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവർക്ക് അതിനുവേണ്ടി നിലകൊള്ളാൻ പറ്റും. ഇന്നത്തെ സുവിശേഷ ഭാഗം ശരിക്കും യേശു തന്നെ വെളിപ്പെടുത്തിയ ഒരു രംഗമാണ്. സെൽഫ് റെവലേഷൻ ഓഫ് ജീസസ്. അവൻ ആരാണ്, അവൻ എന്തിനു വേണ്ടി വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
അവൻ പറയുന്നത് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രവചനം യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 9:6 വചനമെടുക്കുമ്പോൾ അവൻ സമാധാനത്തിൻ്റെ രാജാവായിരിക്കും. മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുകയാണ് സമാധാനത്തിൻ്റെ രാജാവ്. അപ്പം അവൻ രാജാവാണെന്നുള്ളത് ഉറപ്പിക്കാം. അതുപോലെ തന്നെ അവൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതും ഈ വചനത്തിലൂടെ നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗബ്രിയേൽ ദൂതനിലൂടെ പറയപ്പെട്ടൊരു കാര്യം, യേശു ജനിക്കുന്നതിന് മുമ്പ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, യേശു എന്നവൻ വിളിക്കപ്പെടും. എന്നിട്ട് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല. അവസാനിക്കാത്ത ഒരു രാജ്യമാണ് യേശുവിൻ്റെ രാജ്യം. ലോകപ്രശസ്തനായൊരു വ്യക്തിയാണ് സോളമൻ. നമുക്കറിയാം അവൻ്റെ പ്രതാപത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 47-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ ജ്ഞാനം നദി പോലെ ഒഴുകി. എന്ത് വലിയ അനുഗ്രഹമാണ് അവന് കിട്ടിയത്! നദി പോലെ ഒഴുകുന്ന ജ്ഞാനം, അതിൻ്റെ ഉടമയായിരുന്നു. അവന് വിശദീകരിക്കാൻ വയ്യാത്ത ഒന്നുമില്ലായിരുന്നു. 1 രാജാക്കന്മാർ 10:3 നമ്മൾ കാണുന്ന അതാണ്. ശബാരാജ്ഞി ഒരുപാട് കടങ്കഥകളും ഇഷ്ടം പോലെ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് അവൻ്റെ അടുത്ത് വന്നു. ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനെല്ലാം മറുപടി പറയാൻ പറ്റും. അതിൻ്റെ അവസാനം പറയാണ്, വിശദീകരിക്കാൻ വയ്യാത്ത വിധം അവനൊന്നും അജ്ഞാതമായിരുന്നില്ല, അവൻ്റെ ജ്ഞാനം നദി പോലെ ഒഴുകി. എന്നിട്ട് എന്നാ പറ്റിയേ? അവന് സ്ത്രീകൾക്ക് അധീനനായി, സ്ത്രീ സൗന്ദര്യത്തിൽ കുടുങ്ങി, അഭിലാഷങ്ങൾക്ക് അടിമയായി. അവസാനം അവൻ്റെ രാജ്യം പോലും വിഭജിക്കപ്പെട്ടു. സോളമൻ്റെ രാജ്യം പോലും വിഭജിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ കാണുകയാണ്, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല, അതിവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു രാജ്യമല്ല എന്നുള്ളത് യേശു വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സമൂലം മാറും. നമുക്ക് ഈ മാറ്റമൊന്നും വരാതെ നമ്മൾ ഈ തൊലിപ്പുറമേയുള്ള വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ കാരണം യേശുവിനെ ഒന്നും അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ യേശു ത്രിത്വത്തിൽ ഒരാളാണെന്ന് അറിഞ്ഞാൽ മതിയോ? യേശു ജനിച്ച വർഷമോ അല്ലെങ്കിൽ യേശു ചെയ്ത കുറേ കാര്യങ്ങളോ, അവൻ എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് മരിച്ചത്, അത്ര ഇൻഫർമേഷൻ മതിയോ? ഒന്നുമല്ല. ഈ ബൈബിൾ പരമായി ചിന്തിക്കുമ്പോൾ അറിയുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായൊരു ബന്ധമാണ്. വളരെ ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റും. കാരണം മറിയം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പുരുഷനെ അറിയാതെ ഞാനെങ്ങനെ ഗർഭിണിയാവും? ഗർഭിണിയായവർക്കറിയാം, അവർ സ്ത്രീ പുരുഷ വ്യത്യാസം അറിഞ്ഞപ്പോഴേ ഗർഭിണിയായവരൊന്നുമല്ല. അതൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. അവർ ദാമ്പത്യ ധർമ്മം പുലർത്തുക, അതിലൂടെയാണ് അവർ ഗർഭിണിയായത്. എന്ന് പറഞ്ഞാൽ ബൈബിൾ പരമായിട്ട് ചിന്തിക്കുമ്പോൾ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഈ ബന്ധത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. അത് എനിക്ക് അത്യാവശ്യം കാറ്റഗിസത്തിൽ കിട്ടിയ ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് ഞാൻ ഇന്നും ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു പോവാണോ? അത്യാവശ്യം പള്ളിയിൽ പോക്കും അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന വ്യക്തിയാണോ? അടിസ്ഥാനപരമായ മാറ്റമൊന്നും പറഞ്ഞൊന്നുമില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കറിയാം ചില വ്യക്തികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടത് അതിൻ്റെ വെളിച്ചത്തിൽ അല്ല. ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ ഇതിനകത്ത് ഫോണിൽ കൂടെയും ടി വി കൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം ജങ്ക. ഞാനിടെയെങ്കിലും ഒരു പ്രയോജനപ്രദവുമല്ലാത്ത കാര്യങ്ങൾ നമുക്കിന്ന് ദൈവവചനം വായിക്കാം, വചനം കേൾക്കാം, വചനം പ്രചരിപ്പിക്കാം, അതിന് ഫോൺ ഉപയോഗിക്കാം, അതിന് നമ്മുടെ മീഡിയ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിനേക്കാളൊക്കെ ഇന്ന് താല്പര്യമുള്ള കേസ് എന്ന് പറഞ്ഞാൽ ലൗകികമായ കാര്യങ്ങൾ, എവിടെയെങ്കിലൊക്കെ ആരെയെങ്കിലും താറടിച്ച് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് സ്വീകരിക്കുക, അത് പ്രചരിപ്പിക്കുക. ഇതെല്ലാമായിട്ട് പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല, ദൈവവിചാരവുമില്ല, സ്നേഹിക്കണമെന്നില്ല. പുറത്തോട്ടൊന്നും പോകണ്ട, വീട്ടിലുള്ളവരെ പോലും വേണ്ടതുപോലെ സ്നേഹിച്ച് കരുതി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ നമ്മുടെ മനസ്സ് വേണമെങ്കിൽ ലൗകികത കൊണ്ട് നമ്മൾ നിറച്ചിരിക്കാം. ലോകത്തിൻ്റെ ജങ്ക്, ഈ ഉച്ഛിഷ്ടമായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ ചങ്കിൽ നിറച്ചു വെച്ചിരിക്കുക.
പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യം പറഞ്ഞു. പൗലോസ്ലീഹ ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങൾ എടുത്താൽ മതി. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിനെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാണെന്ന് ഇപ്പം എനിക്കറിയാം. യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചവനാണ്. യൂണിവേഴ്സിറ്റി പഠനം, ഗമാലിയേലിൻ്റെ സ്കൂളിൽ പഠിച്ചവനാണ് പൗലോസ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവൻ. ആ മനുഷ്യൻ പറഞ്ഞതാണ്, എനിക്ക് യേശുവിൻ്റെ അറിവ് കിട്ടി, യേശുവിനെക്കുറിച്ചുള്ള അറിവുണ്ട്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ബാക്കിയെല്ലാം വെറും ഉച്ഛിഷ്ടം, കുപ്പ പോലെ കണക്കാക്കി. നമുക്ക് പ്രിയപ്പെട്ട, നമ്മൾ ഓമനിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് വിട്ടിട്ട് യേശുവും വേണ്ട, ദൈവാനുഭവം വേണ്ട, സ്വർഗവും വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല പൗലോസ്ലീഹ പറഞ്ഞത്. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു കാര്യം അവന് പറയാൻ സാധിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. യേശുവിനെക്കുറിച്ച് പിതാവായ ദൈവം വെളിപ്പെടുത്തിയ കാര്യമുണ്ട്. ലൂക്കാ 3:21 മുതൽ വായിച്ചാൽ മതി. ആ ജ്ഞാനസ്നാന വേളയിൽ പിതാവ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ സ്വീകരിക്ക്, ഇവനെ അംഗീകരിക്ക്. രൂപാന്തരീകരണ വേളയിലും ഇക്കാര്യം പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, പിതാവിൻ്റെ പ്രിയപുത്രനായിട്ട് ജീവിച്ചവനാണ് യേശു ക്രിസ്തു. അതായിരുന്നു ഈ ലോകത്ത് പ്രതാപം, അധികാരം, സുഖജീവിതം അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളൊക്കെ യേശു ലക്ഷ്യം വെച്ചത്. യോഹന്നാൻ 4:34 എടുത്താൽ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ വേരുപാകിയാണോ നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് പോകുന്നത്? അതോ ക്രിസ്ത്യാനി എന്ന പേരും ജീവിതശൈലിയെല്ലാം ലൗകികരുടെ, ലോകത്തിൻ്റെതായ രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. യേശു തന്നെ വെളിപ്പെടുത്തിയ മറ്റൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് യോഹന്നാൻ 4:25. സമറിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണം നമുക്ക് കാണാൻ പറ്റും 9 മുതലുള്ള വചനങ്ങളിൽ. യോഹന്നാൻ 4:9 മുതൽ. ആ സംഭാഷണം സമറിയാക്കാരി സ്ത്രീയെ മാറ്റിമറിച്ചു, സമൂലം മാറ്റിമറിച്ചു. അവൾ ആ സംഭാഷണത്തിന് ശേഷം ചെയ്തൊരു കാര്യമുണ്ട്. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു, രക്ഷിക്കുന്ന ദൈവമായിട്ട് അംഗീകരിച്ചു. എന്നിട്ട് അവൾ ബാക്കിയെല്ലാം വിട്ടിട്ട് യേശുവിനെ പ്രഘോഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് കാണാൻ പറ്റും. 25-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മിശിഹ ഹൈഫൺ ക്രിസ്തു. 2 പദങ്ങൾ. മിശിഹ ഹീബ്രു പദമാണ്. യേശുവിന് നൽകപ്പെട്ടിരിക്കുന്ന ഹീബ്രു പദം ദി അനോയിൻറ്റഡ് വൺ, അഭിഷിക്തൻ. ക്രിസ്തു എന്നത് ഗ്രീക്ക് പദമാണ്, രക്ഷിക്കുന്ന ദൈവം. സമറിയാക്കാരി സ്ത്രീ ബൈബിള് വായിക്കുന്നവരായിരുന്നു, ബൈബിള് വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അവൾ പറഞ്ഞ്, എനിക്കറിയാം, ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, മിശിഹ ക്രിസ്തു അവൻ വരുമ്പോൾ കാര്യങ്ങളെല്ലാം ലെവലാവും. ഇനി അത് കേട്ടിട്ട് യേശു പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ നീ കാണുന്നുണ്ടല്ലോ, ഉവ്വ, അവനാണ് നീ പറഞ്ഞ ആള്. മിശിഹ ക്രിസ്തു എന്ന് പറയുന്നവനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവളത് അംഗീകരിച്ചു, അവളെ രക്ഷപ്പെട്ടു. അല്ല, ദിവസവും നമ്മളിതല്ലേ കേൾക്കുന്നത്, ബൈബിൾ വായിക്കുമ്പോൾ നമ്മളിതല്ലേ അറിയുന്നത്, ഈ യേശുവിനെ കുറിച്ചല്ലേ നമ്മൾ അറിയുന്നത്. എന്നിട്ട് സമറിയാക്കാരിയുടെ ജീവിതത്തിൽ വന്നതുപോലെ ഒരു മാറ്റം വല്ലതും വരുന്നുണ്ടോ? അതോ അത് കേട്ട് നമ്മൾ പോകുന്നു? യാക്കോസ്ലീഹ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായിട്ട് നിങ്ങൾ മാറരുത്, അത് അനുവർത്തിക്കുന്ന ക്രിസ്തു ശിഷ്യരായിട്ട് മാറണം. ഇത് സംഭവിച്ചാൽ നമ്മുടെ ജീവിതം സമൂലം മാറും. യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയും പഴയതുപോലെ അവർക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല. യേശുവിനെ ശരിക്കും അറിയുന്നതിന് മുമ്പ് വ്യഭിചാരം ഒരു ഹരമാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു അഗസ്തീനോസ്. 12,000 സ്ത്രീകളുടെ കൂടെ ലൈംഗിക സുഖത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ ഇതിന് ശേഷം യേശുവിനെ അറിഞ്ഞ് ദൈവാനുഭവത്തിലേക്ക് വന്നതിന് ശേഷം ഈ സ്ത്രീകളിൽ പലരും അവനെ വിളിച്ചു, അഗസ്റ്റിൻ വാ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല.
ഞാൻ പഴയ അഗസ്റ്റിനല്ല. ഞാനിപ്പോൾ ഒരു പുതിയ അഗസ്റ്റിനാണ്. എനിക്ക് വരാൻ പറ്റില്ല. ചിലർക്കൊക്കെ പഴയ പാപസുഖത്തിൻ്റെ പങ്കാളികളെ അവരൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളെല്ലാം പോയി. ഇവിടെ ശരിക്കും ജീവിതത്തിൽ മാറ്റം വന്ന് അഗസ്തീനോസ് വിളിച്ചു പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, നീ പറയണത് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ പുതിയ അഗസ്റ്റിനാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ശരിക്കും അറിഞ്ഞ് അവനുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. യേശുവിൻ്റെ രാജ്യം അത് പണിതുയർത്തിയിരിക്കുന്നത് 4 നെടുന്തൂണുകളിലാണ്, പില്ലേഴ്സിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തേത് അവൻ്റെ രാജ്യം നീതിയുടെ രാജ്യമാണ്. രണ്ടാമത്തേത് സത്യത്തിൻ്റെ രാജ്യം. മൂന്നാമത്തേത് സമാധാനത്തിൻ്റെ രാജ്യം. നാലാമത്തേത് സ്നേഹത്തിൻ്റെ രാജ്യം. ഈ 4 നെടുന്തൂണുകളിൽ നമ്മുടെ ജീവിതം ഉയർത്തിയാലേ യേശുവിനെ ലോകത്തിൻ്റെ മുഴുവൻ രാജാവായിട്ട്, കിങ് ഓഫ് ദ യൂണിവേഴ്സായിട്ട് അംഗീകരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഈ ലോക ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. വരാനിരിക്കുന്ന രാജ്യത്ത്, ഇവൻ രാജാവായി വാഴുന്ന രാജ്യത്ത് അംഗങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. വിശുദ്ധ കൊച്ചു തെരേസ്യ വ്രതങ്ങളെല്ലാം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, ഇതെല്ലാം കൃത്യമായിട്ട് പാലിച്ചു പോയ ഒരു വ്യക്തിയാണ്. ജീവിതത്തിലേക്ക് വന്ന സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? അവർ പറയുന്നുണ്ട്, ഞാനിതെല്ലാം ചെയ്യുന്നത് ഒറ്റക്കാര്യത്തിന് വേണ്ടി, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ എൻ്റെ പേരുണ്ടാകണം. നമ്മുടെയൊക്കെ ലക്ഷ്യം ശരിക്കും എനിക്ക് സ്വർഗത്തിൽ പോകണം. ഇനി അതിന് ഈ ഭൂമിയിൽ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും, എന്ത് സഹനമെടുക്കേണ്ടി വന്നാലും ഞാനെടുക്കും. എനിക്ക് സ്വർഗത്തിൽ പോകണം. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവാകുന്ന ആ ഒരു രാജാവിൻ്റെ കീഴിൽ അവൻ്റെ നിലനിൽക്കുന്ന രാജ്യത്തിൽ അംഗമാകാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടായി. അവിടെ എത്താനുള്ള വഴികൾ മനസ്സിലാക്കി നമ്മുടെ ഇനിയുള്ള യാത്ര മുമ്പോട്ട് നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ടൊരു കാര്യമാണ്, ദൈവം ആദിയും അന്തവുമാണ്, ആൽഫയും ഒമേഗയും. യേശുവാണ് അവിടെ എത്തിക്കുന്ന വഴി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയെ ഇനിയുള്ള കാലം ജീവിക്കുവാൻ വേണ്ട തീരുമാനമെടുത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.